ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതികളുമായി കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. UDF ഭരണകാലത്ത് പ്രതികൾ ശബരിമലയിലെ പ്രധാന ചടങ്ങുകളിലെത്തിയത് എങ്ങനെയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിനും നേതാക്കൾക്ക് പറയാൻ മറുപടിയില്ല. ശബരിമല സ്വർണ്ണക്കേസിൽ പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനനും കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തത്. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രതികളെ വിളിച്ചു കൊണ്ടുപോവാൻ മാത്രം അടൂർ പ്രകാശനും ആന്റോ ആന്റണിക്കും എന്ത് ബന്ധമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ശബരിമല കേസിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ച കോൺഗ്രസും UDFും ഇതോടെ വെട്ടിലായി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാനാകാതെ അടൂർ പ്രകാശ് കലിപ്പനായി. ആരാണ് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയതെന്ന ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറയാനായിട്ടില്ല. കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ച് സ്വർണ്ണക്കേസിലൊന്നും മറച്ചുവെക്കാനില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പൊതുചടങ്ങിലെ ചിത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളതെന്നും തെളിഞ്ഞു. ഇതിന്റെ രേഖകളും പുറത്തു വന്നു. കേരള പോലീസിന് ഭീമ ഗോൾഡ് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങിൽ സ്പോൺസറുടെ ഭാഗത്തു നിന്നും വന്നവരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നത്. കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അടക്കം പരിപാടിയിലുണ്ടായിരുന്നു. അല്ലാതെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രതികൾ നടത്തിയ പോലെ ഒരു സ്വകാര്യ സന്ദർശനമല്ലെന്നും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ കോൺഗ്രസിന് കീറാമുട്ടിയാണ്. വിഷയത്തിൽ പ്രതികരിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. സോണിയാഗാന്ധിക്ക് പോറ്റിയെ അറിയാൻ ഇടയില്ലെന്നും എന്നാൽ അദ്ദേഹത്തെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായി ഉത്തരവാദിത്തമുണ്ടെന്നുമാണ് ചെന്നിത്തല പറഞ്ഞത്. ഈ വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന നേതാക്കളായ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവർക്കെതിരെയുള്ള കൃത്യമായ ഒളിയമ്പായാണ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം വിലയിരുത്തപ്പെടുന്നത്. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോയവർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയത്. മുതിർന്ന നേതാക്കളാണ് പോറ്റിയെയും ഗോവർദ്ധനെയും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് എന്നതിനാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായും കൈകഴുകാനും കഴിയില്ല.